വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് MK നൌഷാദ് ചുമതലയേറ്റു. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വലിയ വികസനത്തിന് തയ്യാറെടുക്കുകയാണ് പ്രസിഡന്റ്. സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ ജനകീയ പിന്തുണയോടെ കൂടുതൽ ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം. എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് ആദ്യമായി നടപ്പിലാക്കുക എന്നുള്ളത് ന്യൂസ് 10 ചാനലുമായി അഡ്വക്കേറ്റ് MK നൌഷാദ് പങ്കുവെക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പുതിയ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ വളരെ പരിമിതമായ ഒരു കാലയളവ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12 മാസ കാലയളവിലേക്ക് മാത്രമാണ് യഥാവിധി ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി പ്രസിഡൻറ്റിൻ്റെ ചുമതലയിൽ ഇരിക്കാൻ സാധിക്കുക. പിന്നീട് നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഡീലിമിറ്റേഷൻ ക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടേറെ ചുമതലകൾ ഈ വരാനിരിക്കുന്ന കാലയളവിൽ ഇവിടെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമ്മൾ എയിം ചെയ്യുന്ന കാര്യം, ഒന്ന്, പ്രവാസികളുമായി ബന്ധപ്പെട്ട് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ ലീവിലായിരിക്കും അവർ നാട്ടിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊരു കാര്യം പൂർത്തിയാകുന്നതിൽ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. അത് മനസ്സിലാക്കി പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രീൻ ചാനൽ സംവിധാനം പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കൃഷിക്കാർക്ക് ന്യായമായ പ്രതിഫലം ലഭ്യമാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കൃഷി ലാഭകരമാകുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഏതൊക്കെ വിധത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അതിനെക്കുറിച്ച് ആലോചിക്കും. അതോടൊപ്പം തന്നെ കാർഷിക രംഗത്ത് അവർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതൊക്കെ വിധത്തിൽ അവരെ സഹായിക്കാൻ പറ്റുമോ ആ നിലയിൽ അത്തരം പരിമിതികളെയും പ്രയാസങ്ങളെയും മറികടക്കാനുള്ള ഒരു സമീപനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്ന് അതോടൊപ്പം തന്നെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഏറെയുള്ള ഒരു പ്രദേശമാണ് വാഴക്കാട് പഞ്ചായത്ത്. ആ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ആകർഷകമായ സാലറിയോടുകൂടി തൊഴിൽ ലഭ്യമാക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു മെഗാ ജോബ് ഫെയർ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പലപ്പോഴും പൊതുസമൂഹത്തിൻ്റെ അടുക്കൽ നിന്ന് പലവിധങ്ങളിലുള്ള പരാതികൾ ഉയർന്നു വരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി കൊണ്ടുവന്ന് അവിടെ എത്തുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ ഉതകുന്ന വിധത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ക്രമീകരണം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്കേറെ പ്രാമുഖ്യമുള്ള ഒരു പഞ്ചായത്താണ്. സ്ത്രീ ശാക്തീകരണം കൊണ്ട് വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യമാകുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ICDS സംവിധാനം, അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീ സംവിധാനമൊക്കെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ അംഗനവാടി, ആശാവർക്കർമാർ, അതോടൊപ്പം തന്നെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയൊരു മാറ്റം സാമ്പത്തികമായും സാമൂഹികമായും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഊന്നൽ നൽകിക്കൊണ്ട് കുടുംബശ്രീയുടെ സഹകരണത്തോടു കൂടി ഒരു പുതിയ ചില പദ്ധതികൾ വാഴക്കാട് പഞ്ചായത്തിൽ ആ മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ വയോജനങ്ങളെ വാഴക്കാട് പഞ്ചായത്തിലെ
മുഴുവൻ വയോജനങ്ങൾക്കും അവരെ പരിഗണിച്ചു എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമീപനം ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രധാനമായും പിന്നെ അതോടൊപ്പം തന്നെ ഒട്ടേറെ മേഖലകളുണ്ട്. കാർഷിക മേഖല ഞാൻ സൂചിപ്പിച്ചു, വനിതകളുടെ കാര്യം പറഞ്ഞു, വയോജനങ്ങളുടെ കാര്യം പറഞ്ഞു, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ അതോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട പഞ്ചായത്തിൻ്റെ പൊതുവായ ചില മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് തെരുവ് വിളക്കിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടൂറിസം മേഖല. ചാലിയാറിൻ്റെ ഒരു വലിയ പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹീതമായ ഒരു പഞ്ചായത്താണ് വാഴക്കാട് പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ മറ്റു ടൂറിസം സാധ്യതകളും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ദൗർഭാഗ്യവശാൽ ഇക്കാലം വരെ കാര്യമായ ഒരു മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലേക്ക് നമ്മുടെ വാഴക്കാടിനെ മാറ്റിയെടുക്കാൻ കഴിയും. വാലില്ലാപ്പുഴ ഒരു തുറന്ന എന്താ പറയുക, എല്ലാ നിലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരവസരമായി വാലില്ലാപ്പുഴ നമ്മുടെ മുന്നിലുണ്ട്. ചാലിയാറ് ആക്കോട് മുതൽ വെട്ടത്തൂർ വരെ വാഴക്കാടിൻ്റെ ഒട്ടുമിക്ക വാർഡുകളെയും കവർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്ക വാർഡുകളെയും ഒരുമിക്കൊണ്ടാണ് ചാലിയാർ കടന്നു പോകുന്നത്. അപ്പോൾ ചാലിയാറിൻ്റെ സാധ്യതകൾ ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ കള്ളിക്കാട് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 ഏക്കറോളം വനഭൂമി കള്ളിക്കാടുണ്ട്. അത് മുടക്കോയി മല നമ്മുടെ ഏറ്റവും വലിയ ഒരു സാധ്യതയാണ്. ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർഷിക മേഖലയും കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു ടൂറിസം പ്രൊജക്റ്റിന് വലിയ സാധ്യത വാഴക്കാട് പഞ്ചായത്തിലുണ്ട്. ഞാൻ കാണുന്ന എല്ലാ ആശയങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യം സമയപരിമിതി മാത്രമാണ്. ഈ പറയുന്ന പരിമിതമായ ഒരു കൊല്ലക്കാലം കൊണ്ട് ഇതൊക്കെ ചെയ്തു തീർക്കാനാകുമോ എന്നുള്ള ഒരു ഭയപ്പാട്, ഒരു ആശങ്ക എൻ്റെ മുന്നിലുണ്ട്. ഒരു ദിവസം പോലും വിശ്രമിക്കാതെ നമുക്കങ്ങനെ ഒരു കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ ഒക്കുമെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഉണ്ടാവണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരുടെയും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.